മച്ചാമാരെ എന്തെല്ലാം മച്ചാമാരെ, ഇത് ഞങ്ങളുടെ ഒരു പുതിയൊരു ചാനലാണ്. ഒരു പ്രവാസി കിച്ചൺ എന്ന പേരിൽ ഞങ്ങൾ കുറച്ച് ടീംസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചാനൽ. ഒരു പക്ഷേ ഇത് ഒരു നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സിനെ പോലോ എൻഫോർടെക്കിനെ പോലോ വലിയൊരു ചാനലായിട്ട് പോകും. അതല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നിലച്ചു പോകും. എന്തുവായാലും ഇത് രണ്ടിലൊന്ന് സംഭവിച്ചിരിക്കും. അപ്പം ഞങ്ങൾ ഇത് മെയിനായിട്ടിരുന്ന കണ്ടന്റ് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഞങ്ങളുടെ പ്രവാസികളുടെ ഇടയിൽ ഞങ്ങളുടെ മെസ്സി വെക്കുന്ന ഞങ്ങളുടെ മെസ്സിൻ്റെ കാര്യങ്ങളും ഞങ്ങളുടെ ഇവിടുത്തെ എന്തൊക്കെയാണ് സംഭവങ്ങൾ, ഞങ്ങളിവിടുത്തെ ഒരു കുടുംബം പോലാണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ന് എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട മുജീക്കയുടെ ഓഫാണ്. അപ്പം ഞങ്ങളുടെ ഓഫ് ഉള്ളപ്പോൾ പക്ഷേ ഇന്ന് എൻ്റെ ഓഫ് ചേഞ്ചായി കിട്ടിയതാണ്. സാധാരണ ഓഫിൻ്റെ അന്ന് ഞങ്ങൾ പുറത്തു പോകാറാണ് പതിവ്. പക്ഷെ മുജീക്ക ഉണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തു പോകാറില്ല. കാരണം മുജീക്ക വെറൈറ്റിയായ കാര്യങ്ങളൊക്കെയാണ് മുജീക്ക സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എന്താ ഇന്ന് ഉണ്ടാക്കുന്നത്? ഇക്കടെ വെറൈറ്റി ബീഫ് കറി നൈസ് പത്തിരി. അതെ, ഇക്കടെ മെയിൻ വെറൈറ്റി ആയിട്ടൊരു ഐറ്റമാണ് ബീഫ് കറിയും നൈസ് പത്തിരി. അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഇക്ക കണ്ട ബീഫ് നല്ല മസാല ഒക്കെ ഇട്ട് പൊളപ്പനായിട്ട് ഇളക്കി വെക്കാം. അപ്പം ബീഫ് കറിയും നൈസ് പത്തിരിയും ആണ് ഇന്ന് ഞങ്ങളുടെ ഈ കിച്ചണിൽ ഞങ്ങൾക്ക് വൈകിട്ട് കഴിക്കാനുള്ള ഉണ്ടാക്കുന്നത്. ഇപ്പം പുറകാലം അടുത്തത് വരുന്നതായിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ അടുത്ത പത്തിരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. അത് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം യൂസഫിക്കയുടെ സാമ്രാജ്യത്തിൻ്റെ ലുലുവിൻ്റെ സ്വന്തം പത്തിരിപ്പൊടിയാണ്. നല്ല അതാണ് പത്തിരിപ്പൊടി നമ്പർ 1 ലുലു. അതാണ്. അപ്പോൾ നമ്മുടെ ലുലുവിൻ്റെ പത്തിരിപ്പൊടിയാണ്. നല്ല നൈസ് പത്തിരി ഉണ്ടാക്കാൻ ഏറ്റവും ഉത്തമമായ പൊടി ആണ്. ഞങ്ങൾ പ്രവാസികൾക്കിടയിൽ നല്ലൊരു പൊടി തന്നെയാണിത്, ലുലുവിൻ്റെ പത്തിരിപ്പൊടി. അപ്പം പൊടി ഇടാനായിട്ട് വെള്ളം ചൂടാക്കുകയാണ്. വെള്ളം ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇത് അതിനകത്തോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ബീഫ് അപ്പുറത്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛന്മാരെ, അങ്ങനെ വെള്ളം തിളച്ച് വന്ന ആ വെള്ളത്തിലേക്ക് ഇനി നമ്മുടെ പത്തിരിപ്പൊടി ഇടുകയാണ്. ഓക്കെ, പിന്നെ നല്ലപോലെ ഇളക്കണം. അങ്ങനെ പത്തിരിപ്പൊടി അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ടേസ്റ്റ് പോലെ ആവില്ലയോ? അപ്പുറത്ത് ബീഫ് കിടന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് ഇളക്കുകയാണ്. വെള്ളമൊക്കെ പാകത്തിനിട്ട്. മച്ചാമാരെ, അങ്ങനെ നമ്മുടെ പത്തിരിപ്പൊടി ഇക്ക സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല, എല്ലാം കണ്ടോണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സെറ്റ് കണ്ട് കുഴച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. പത്തിരി ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ അതിനകത്ത് പെടുന്ന പാട് കുറച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടും പത്തിരിപ്പൊടിയാണ്, പത്തിരി മാവാണത്. നല്ല കട്ട ചൂടാണ്. അതിലാണ് ഇക്ക ഇങ്ങനെ ഇട്ട് അത് ബീഫ് കിടന്ന് സെറ്റ് ആവുകയാണ്. അതാണ് ആ ചൂട് പഠിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഇക്ക എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ടാ? അതാണ്. അങ്ങനെ അത് ഉരുട്ടി സെറ്റാക്കി വെക്കുകയാണ്. കറക്റ്റായ രീതിയിൽ ഉരുട്ടി സെറ്റാക്കി വെക്കുകയാണത്. മച്ചാമാരെ, ഇക്ക സാധനം ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. മൂന്ന് ചട്ടികളിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നല്ല നാടൻ അരിപ്പത്തിരി ഇക്ക ഇട്ട് അടുത്തെടുത്ത് ഇങ്ങോട്ടിട്ട്. അതാണ് നല്ല നാടൻ അരിപ്പത്തിരിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ട
സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. സെറ്റാണ്, മൊത്തം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ബീഫും സെറ്റായിരിക്കുന്ന. ഇനി ഇതിൻ്റെ ആവി ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നല്ല നാടൻ, ഇതെല്ലാം സെറ്റായി കഴിഞ്ഞാൽ നല്ല നാടൻ അരിപ്പത്തിരി, നല്ല നാടൻ ബീഫ് കറി വേറെ ലെവലാക്കാം. അതാണ് മച്ചാന്മാരെ. അങ്ങനെ എല്ലാം സെറ്റായിരിക്കുകയാണ്. നല്ല നാടൻ അരിപ്പത്തിരി സെറ്റായിരിക്കുന്ന നല്ല നാടൻ ബീഫ് കറി മുജിക്കാണ്ട് പകർന്ന് വേറൊരു പാത്രത്തിനകത്തേക്ക് ആക്കുന്ന ഇന്നത്തെ സ്പെഷ്യൽ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നല്ല നാടൻ ബീഫ് കറിയും നല്ല നാടൻ അരിപ്പത്തിരിയും. മച്ചാന്മാരെ, അങ്ങനെ നമ്മൾ കണ്ട ഫുഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിച്ച് തീരാറുമായി. എങ്ങനെ ഉണ്ട്? അതാണ് വേറെ ലെവല്. അതാണ് മുജിക്കയുടെ നാടൻ പത്തിരി, നാടൻ ബീഫ് കറി വേറെ ലെവലാണല്ലേ. പിന്നെ പിന്നെ കോരി എടുത്തൊക്കെ തിരിഞ്ഞു. അതാണ് നല്ല നാടൻ നൈസ് പത്തിരി. അതെ, പാത്രം വരെ കാര്യമായി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.